പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് 31 ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഈശോയെ, നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി. കർത്താവ്, ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിൻ്റെ തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, അതുപോലെ തന്നെ ഏജൻസി, ക്രയവിക്രയങ്ങൾ,
ജീവിതമാർഗങ്ങൾ, വിദൂരയാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹയാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നോൻപുകാലത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ മാനസാന്തരത്തിൻ്റെ 2 തലങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ഒന്ന് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളതാണ്, അത് ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ഉദ്ദേശിക്കണില്ല. അത് ധൂർത്തപുത്രൻ്റെ മാനസാന്തരമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, പച്ചവെള്ളം പോലെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ അകത്ത് വരുന്നൊരു വിഷയമാണ്, അദ്ദേഹം വാക്കാലുള്ളൊരു മാനസാന്തരമാണ്. പുതിയ നിയമത്തിൽ വിശുദ്ധ ലൂക്ക യോഹന്നാനും മാനസാന്തരത്തിൻ്റെ 2 വേർഷൻസ് അവതരിപ്പിക്കുന്നുണ്ട്. ധൂർത്തപുത്രൻ തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി ദൈവത്തോട് ഐക്യപ്പെടുന്ന മനുഷ്യൻ്റെ പ്രതീകമായി ഈശോ പറഞ്ഞ കഥയുടെ പ്രധാന കഥാപുരുഷനായിട്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് മുഴുവനും ആശയപരമായ കാര്യങ്ങളാണ്. ഞാൻ അങ്ങയ്ക്കും സ്വർഗത്തിനുമെതിരെ പാപം ചെയ്തു, അങ്ങനെ പുത്രനെന്ന് പേരിന് പോലും ഞാൻ യോഗ്യനല്ല, അങ്ങനെ ദാസ എന്നെ സ്വീകരിക്കണമേ, എല്ലാം വാക്കുകളാണ്. നാളെ അദ്ദേഹം അത് ചെയ്യുമായിരിക്കും. അപ്പം വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് കർത്താവിൻ്റെ കഥ മുന്നോട്ട് പോണത്. പക്ഷേ സുവിശേഷത്തിലെ വാക്കുകളൊന്നും പറയാതെ നിശബ്ദമായ പ്രവൃത്തികളിലൂടെ തൻ്റെ മാനസാന്തരം അറിയിക്കുന്ന ഒരാളാണ് ബെഥനിയിലെ മറിയം എന്ന് പറയുന്നത്. നമ്മൾ വിശുദ്ധവാരത്തിലെ പള്ളികളിലെ ബെഥനിയയിലെ മറിയത്തെക്കുറിച്ച് ധ്യാനിക്കുന്നുണ്ട്. സുവിശേഷത്തിലെ അനുദിന സുവിശേഷത്തിലെ ബെഥനിയിലെ മറിയം, ഈശോ ബെഥനിയിലെ മറിയത്തിൻ്റെ ലാസറിൻ്റെ വീട്ടിൽ വരുമ്പോൾ മറിയം എന്താണ് ചെയ്തതെന്ന് നമുക്കറിയാം. മറിയം 300 ദിനാറ വിലപിടിപ്പുള്ള ഒരു വർഷത്തെ മുഴുവനും കഠിനാധ്വാനത്തിൻ്റെ പണം മുഴുവനും കൊണ്ട് വാങ്ങിയ നാർദിൻ സുഗന്ധ തൈലം കർത്താവിൻ്റെ കാലുകളിൽ പൂശു. എന്നിട്ട് തലമുടി കൊണ്ട് അത് തുടക്കും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒന്നും മിണ്ടത്തില്ല മറിയം, ശാന്തമായിട്ടാണ് ചെയ്യണത്. ചിലപ്പോഴും അവിടെ കണ്ണ് നിറഞ്ഞു കാണും, കണ്ണീരും നാർദിൻ സുഗന്ധത്തിൻ്റെ കൂടെ കർത്താവിൻ്റെ കാൽക്കൽ വീണ് കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ സ്നേഹം അവൾ മനസ്സിലാക്കാൻ വിട്ടുപോയതാണ് അവളുടെ ഒരു കുഴപ്പം. കർത്താവ് ഒരാഴ്ചക്ക് മുമ്പ് അവരുടെ വീട്ടിൽ വന്നതാണ്, ലാസർ മരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോഴേ. പക്ഷെ അന്ന് മറിയം എല്ലാവരും ഓടിപ്പോയി കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്ന് കർത്താവിനെ സ്വീകരിച്ചപ്പോഴും ബൈബിൾ പറയുന്നുണ്ട് മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. യോഹന്നാൻ 11:20 യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മാർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മാർത്ത ചെന്ന് സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ മാർത്തയുടെ കൂടെ മറിയത്തെ അവതരിപ്പിക്കണമല്ലോ. അപ്പോൾ യോഹന്നാന് സത്യം പറയാതിരിക്കാൻ പറ്റിയില്ല. എഡിറ്റ് ചെയ്യാതെ ഒരു നയവും ഇല്ലാതെ യോഹന്നാൻ പറഞ്ഞു മറിയം ഉണ്ടായിരുന്നു, പക്ഷെ മറിയം എഴുന്നേറ്റ് വന്നില്ല. ശരിക്കും പറഞ്ഞാൽ അവൾ എഴുന്നേറ്റ് വന്നില്ല എന്ന് തന്നെയല്ല, അവൾ അവർക്കൊരു പണിയില്ലാതെ വീട്ടിൽ തന്നെ ഇരുന്നെന്നാണ് പറയണത്. അതിൽ നന്ദികേടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇവളങ്ങനെ കാണിച്ചത് നമുക്ക് പറയാം കർത്താവിനുള്ള സ്നേഹം കൊണ്ടാണ്. ഇപ്പോൾ കൂടുതൽ സ്നേഹമുള്ളവർ ചില സമയത്ത് കർത്താവ് ലാസർ ക്ഷീണമായിട്ട് കിടന്നപ്പോൾ മാർത്ത ആളയച്ചെങ്കിൽ ഇവരൊത്തിരി പ്രതീക്ഷിച്ചായിരുന്നു കർത്താവ് വരുമെന്ന് പ്രതീക്ഷിച്ചു. അപ്പം ചില പറഞ്ഞ് അപ്പം അവസാനം വരാതെ മരിച്ചു പോയില്ലേ. അപ്പം ആൾക്കാർ പറഞ്ഞ അടക്കത്തിനെങ്കിലും ഈശോ വരാതിരിക്കത്തില്ല എന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒത്തിരി കണ്ണ് നൊന്ത് കൊതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം എന്തെല്ലാം സംഭവിച്ചാലും ഈശോ വന്ന
അവരുടെ ഒരു ഏറ്റവും കണ്ണീരിൻ്റെ ഒരു സമയമാണ്. അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? പക്ഷേ ഈശോ വന്നില്ല. അതുകൊണ്ട് മറിയത്തിന് ഭയങ്കര സങ്കടവും ഉള്ളിലെ ദേഷ്യമാണ്. അതുകൊണ്ടാണ് അവൾ വരാതിരുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെയൊക്കെ കാണിക്കാം, പക്ഷേ ഈശോയോട് കാണിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഈശോ എന്ത് ചെയ്യുമെന്ന് നമുക്കൊരു പിടിയില്ല. അതാണ് പ്രശ്നം. ഇവൾ വിചാരിച്ചത് ഇത് കുഴിച്ചു മുഴിയപ്പോൾ ലാസറിൻ്റെ സംഭവം തീർന്നെന്നാണ്. കാര്യം ഈശോ വന്നില്ലല്ലോ. നമ്മുടെ പലപ്പോഴും നമുക്ക് വരുന്നൊരു അബദ്ധം, ചില ആൾക്കാർ ദൈവത്തിൽ നിന്ന് ഇങ്ങനെ ചിലർ കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ എന്നാത്തിനാ പ്രാർത്ഥിച്ചിട്ട്, ഇതല്ലേ ഗതി എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലാ, കോളേജിൽ അല്ലെങ്കിൽ വിസ പാസ്സായില്ലെങ്കിലാ ഉടനെ ഇവർ ദൈവത്തോട് ഇതുപോലെയുള്ള ഒരു സ്ട്രൈക്ക് കാണിക്കും. എന്നാത്തിനാ പ്രാർത്ഥിച്ചിട്ട്, എല്ലാവരും കയറിപ്പോയി, ഞാൻ മാത്രം കരയിലായെന്ന് പറയും. അപ്പോൾ അതിൻ്റെ വരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഈ ടൈപ്പാണെന്ന് ദൈവത്തെ നേരത്തെ അറിയാമല്ലോ. അതാണ് ഏറ്റവും വലിയ. നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് അഭ്യാസം കാണിക്കാൻ നിൽക്കരുത്. കാര്യം നിങ്ങളിപ്പോൾ ഇങ്ങനെ പറയാമെന്ന് ദൈവത്തെ നേരത്തെ അറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ പറയുന്ന പാട്ട് നിൽക്കത്തില്ല ഇത്. കാര്യം എന്താ? ഈശോയ്ക്ക് അറിയാം എപ്പോഴാണ് വരേണ്ടതെന്ന്. നിനക്ക് എപ്പോഴാണ് ജോലി കിട്ടേണ്ടത്, നീ എപ്പോഴാണ് കിട്ടേണ്ടത്, നിനക്ക് എപ്പോഴാണ് കുഞ്ഞുങ്ങളുണ്ടാവേണ്ടത്, എല്ലാം ദൈവത്തിനൊരു കണക്കുണ്ട്. ശരിക്കും ഈ ദൈവത്തിൻ്റെ മനസ്സിലെ കണക്കിനോട് യോജിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അങ്ങനെ നമ്മുടെ മനസ്സ് നമ്മൾ ട്രെയിൻ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് വേറെ ആൾക്കാരുടെ മനസ്സിലാണ് നമ്മുടെ ഈ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് ജോലി കിട്ടി, അവർ കെട്ടിപ്പോയി, ഇവർക്ക് വിസ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് നാട്ടുകാരുണ്ടാക്കുന്ന ടെൻഷനല്ലേ ശരിക്കും പറഞ്ഞാൽ. ദൈവം ഉണ്ടാക്കണം അല്ലല്ലോ. നാട്ടുകാരുണ്ടാക്കുന്ന ടെൻഷന് ദൈവം എന്ത് ചെയ്യാനാ? നിനക്ക് ബുദ്ധിയും ബോധവും ഇല്ലാത്തത് കൊണ്ട് നീ അവിടെ കൂടെ ചടിയതല്ലേ. ഇതുപോലെയുള്ള സംഭവമാണ് മറിയവും കെറിയിക്കുക എന്നൊക്കെ പറഞ്ഞത് ഒരു ആലപ്പുഴ ലാംഗ്വേജാണെന്ന് തോന്നുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആൾക്കാർ മനസ്സ് നീരസമായിട്ട് മാറി നിൽക്കത്തില്ല, സഹകരിക്കാതെ. അതിന് ഈ നാട്ടിൽ പറയുന്നൊരു വാക്കാണത്. എല്ലാവർക്കും അതറിയാവുന്ന അറിയത്തില്ല. എന്തായാലും ഇതാണ് സംഭവം. പക്ഷെ നമ്മൾ ഇതുപോലെ നമ്മൾ കാണിക്കുന്ന ദൈവത്തോട് എന്തെങ്കിലും മകളുടെ കല്യാണം നമ്മൾ ആ ചെറുക്കൻ നല്ല ചെറുക്കനാണ്, ആ ചെറുക്കൻ നല്ല ചെറുക്കനാണ്, ഇവളെ പിടിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഇവളാണെങ്കിൽ കൊമ്പത്തെ ആളാണെന്ന് പറഞ്ഞ് ചെറുക്കൻ വരുന്ന കാണുമ്പോൾ ഇവള് വലിയ സ്റ്റൈല് കാണിക്കും. അങ്ങനെ ആ കല്യാണം പോയി കിട്ടി. അമ്മയ്ക്കും വീട്ടുകാർക്കൊക്കെ അത് ഇഷ്ടമായിരുന്നു. പിന്നെ ഇത് വെച്ച് ഇവളുടെ കടുത്തേക്ക് കയറാനായി, എന്നപ്പോൾ നിങ്ങൾ എന്നെ കെട്ടിക്കണേ കാണുന്ന ഇവളുമായി. ഇങ്ങനെ പച്ചയായ മനുഷ്യൻ ഭ്രാന്തനായ മനുഷ്യനാണ്. പച്ചയായ മനുഷ്യനാണ്, പക്ഷെ പച്ചയായ മനുഷ്യൻ ഭ്രാന്തനായ മനുഷ്യനാണ് ചിലർ. ഇവളും അതുപോലെ തന്നെ അഭ്യാസം കാണിച്ചു. കാലം തള്ളിപ്പോയി നടത്തില്ല. അപ്പോൾ ദൈവത്തിനല്ല നിങ്ങൾ കുറ്റം പറയേണ്ടത്. നിങ്ങൾ കാണിക്കുന്ന ഓരോരുത്തരും ചവിട്ടിപ്പിടുത്തവും കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും നമ്മളെ കൊണ്ട് നാശകോടാലിയാക്കണത്. ഇപ്പോൾ ചിലരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ ഇത് ഈ സബ്ജക്റ്റ് എടുക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. എന്താണ് ഗുമ്മുള്ള സബ്ജക്റ്റ് നോക്കി എടുക്കുക. നാട്ടുകാരെ കേട്ട് കഴിഞ്ഞാൽ കേട്ടില്ല, തട്ട് കിട്ടുന്ന സബ്ജക്റ്റ്. എന്നാൽ ഈ സംഭവത്തിന് ചെയ്യാനുള്ള കഴിവുണ്ട് അതില്ല താനും. അപ്പം ഈ ആർക്കോ വേണ്ടി ആരുടെയോ മുമ്പിലൊക്കെ ആളാകാൻ വേണ്ടി കാണിക്കുന്ന ഓരോ സംഭവങ്ങൾ, അതുകൊണ്ടല്ലേ പല ആൾക്കാരും നാട്ടിൽ പഠിക്കാത്തത്. പറയണത് എന്താണ്? ജോലി കിട്ടത്തില്ലെന്നാണ് പറയണത്. പിന്നെ അവിടെ ആരും ജോലി കിട്ടേണ്ടിയില്ല. അപ്പം അതല്ല പ്രശ്നം. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ കുറേ പേര് വെറുതെ പോയതാണ്. വിദേശത്ത് പോയില്ലേ, കുറേ പേര് വെറുതെ പോയതാണ്. അതെന്താണെന്ന് അവർക്ക് തന്നെ അറിയണേ കുറേ സമയമെടുക്കും. അതുകൊണ്ടാണ് അവർക്ക് ദൈവസംരക്ഷണം കിട്ടാത്ത പലപ്പോഴും. അപ്പം ഇങ്ങനെ വെറുതെ പോയി പണി മേടിച്ചിട്ട് ആൾക്കാർ നിങ്ങൾ നല്ലവണ്ണം അനുതാപപ്പെട്ടിട്ട് നിങ്ങളെ ദൈവം രക്ഷപ്പെടുത്തും, ഒരു സംശയമില്ല. പക്ഷെ നിങ്ങൾ കരുതലായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ സത്യസന്ധമായ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിനെ ബോധ്യപ്പെടുത്തണം. എന്നാൽ പിന്നെ നിങ്ങൾ രക്ഷപ്പെടും. അല്ലാതെ വെറുതെ മത്സരം പിടിച്ച് ഇരുട്ട് കൊണ്ട് ഊട്ടടച്ച് പിന്നെയും ഒരു അരിശം കൊണ്ട് ചാടിയിട്ട് പല അരിശം എടുത്തിട്ട് കാര്യമില്ല അവിടെ. മറിച്ച് എല്ലാം നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ മനസ്സ് അംഗീകരിച്ചിട്ട് ദൈവത്തിന് സമർപ്പിച്ചിട്ട് നിങ്ങൾ ഈ എല്ലാ തരത്തിലും ഒരു ദൈവത്തിന് സ്വീകാര്യമായ ഒരു വ്യക്തിയായിട്ട് മാറണം. നോൻപ് കാലത്ത് ആ ഒരു വലിയ മാറ്റം ഉണ്ടാകണം. മറിയത്തിനുണ്ടായത് എന്താണ്? മറിയം ഇങ്ങനെ കെറിച്ചും കർത്താവിനോട് മറുത്ത് ഒക്കെ വീട്ടിൽ തന്നെ ഇരുന്നെങ്കിലും കർത്താവ് അവളെ വിളിക്കാൻ പറഞ്ഞ്. അതാണ് ഞാനാണ് കർത്താവ് സത്യമായിട്ട് വിളിപ്പിക്കത്തില്ലായിരുന്നു. ഇരിക്കണേക്ക് അവിടെ ഇരുന്നിട്ടെന്ന് വിചാരിക്കും, അവൾക്ക് അതിനുള്ള യോഗമില്ലെന്ന് പറയും. പക്ഷെ ഈശോ എന്തോ ഒരു വലിയ ആളാണ്. അവളെ വിളിച്ചു എളിമയോടെ. അവളെ തോപ്പിച്ച് നോക്കിയാ, പക്ഷെ അവളെ വിളിച്ചു. ഇതിൽ മാർത്തായോട് പറഞ്ഞ മുഴുവൻ അവളോടും പറഞ്ഞു. ഒരു കാര്യമില്ലേ, ഈശോരം പറഞ്ഞാൽ ചോദിക്കുമ്പോൾ മാർത്താടി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതി. അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ പറഞ്ഞതാണ്, നിങ്ങൾ നിൻ്റെ സഹോദരി ഉയർത്തി നിൽക്കും,
അപ്പോൾ മാർത്ത പറയും, അന്തിമ നാളിൽ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തു നിൽക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. അപ്പോഴും മാർത്ത പറഞ്ഞു, ഞാൻ അങ്ങ് ലോകത്തിലേക്ക് വരുന്ന മിശിഹായാണെന്ന്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് തീർന്ന ആ ക്ലാസ് കഴിഞ്ഞതാണ്. പക്ഷേ എന്നിട്ട് മറിയം വരുമ്പോൾ വീണ്ടും ഈശോ ആ ക്ലാസ് ആവർത്തിക്കും, അവർക്ക് വേണ്ടി മാത്രം. എന്ത് ഈശോയാണ് നമുക്കൊരു പിടിയില്ല, അത്രയ്ക്ക് സൂപ്പറാണ്. അപ്പോൾ അവൾ പറയും, പക്ഷേ ഉയർത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെ ഇവൾ സംസാരിച്ചിട്ടില്ല. ഇവരൊക്കെ ഇരുട്ടത്തെ അട്ടിക്കിട്ടിയ പോലെ, മുതുകത്ത് അട്ടിക്കിട്ടിയ പോലെ. എന്താണ്? ഇത്രയും തനിക്ക് വേണ്ടി മാത്രം തന്നെ വിളിപ്പിച്ചു, തനിക്ക് വേണ്ടി മാത്രം അത് വീണ്ടും ആ സിലബസിൽ ആ ക്ലാസ് എടുത്തിട്ട് അവസാനം തൻ്റെ ആങ്ങളെ ഉയർപ്പിച്ച് കൈ തന്നില്ലേ? ആ കർത്താവിനോട് താൻ വന്നപ്പോൾ പോയില്ലല്ലോ, താനാണല്ലോ നിജത്രം കാണിച്ചത്, നന്ദികേട് കാണിച്ചതെന്ന് ഓർത്തിട്ട് ഇവർക്ക് സഹിക്കാൻ പറ്റണില്ല. അങ്ങനെ അവൾ ചെയ്ത അക്കൈ പ്രയോഗമാണ്. കർത്താവിനെ വീട്ടിലോട്ട് വിളിച്ച് വിരുന്നിനെ വിളിച്ചിട്ട്, എന്തിനാ ഈ മറിയമായിരിക്കും ഈ വിരുന്നിനൊക്കെ വിളിച്ചിരിക്കണതേ, വിളിച്ച് അവൾ അത്രയും നാൾ പണി ചെയ്ത കാശിൻ്റെ സുഹൃത്താൻ പുകന്തം എടുത്തിട്ട് കർത്താവിൻ്റെ പാദങ്ങളിൽ ഒഴുക്കി, എന്നിട്ട് തലമുടി കൊണ്ട് തുടച്ച് അവൾ സോറി പറയുന്നതിന് വേണ്ടി ചെയ്ത പരിപാടി അതല്ല, കർത്താവിൻ്റെ നിലവാരത്തിന് പറ്റിയൊരു സോറി ആയിരുന്നത്. നമ്മൾ മാനസാന്തരപ്പെടുന്ന കൊള്ളാം, പക്ഷെ എൻ്റെ മക്കളെ, കർത്താവിൻ്റെ നിലവാരത്തിനൊത്ത് മറിയത്തിൻ്റെ മാതൃകയിലൊരു മാനസാന്തരം വേണം. എന്നാൽ സൂപ്പറായിരിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ.